കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വിജയമുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. വന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ വഴി സൈഡിൽ കിടന്നുറങ്ങി വഴി സൈഡിൽ ഈ ഒരു നൊങ്ക് കച്ചവടമൊക്കെ നടന്ന ആൾ ഇവിടുത്തെ ഒരു ചെറിയ കോടീശ്വരനാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോഴുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലാണ്, തമിഴ്നാട് തെങ്കാശിയിൽ. അപ്പം നമ്മൾ ഇവിടെ നിങ്ങളെ ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. അതായത് നമ്മുടെ കേരളത്തിൽ വന്ന് 20 വർഷത്തോളം പണിയെടുത്ത് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാം സമ്പാദിച്ച ഒരു വ്യക്തി. അപ്പം നമ്മുടെ ഈ ഒരു ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മുടെ നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് പനന്തുങ്ക് വിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ വാളകത്ത്. മണിച്ചേട്ടാ, എന്തുകൊണ്ട് സുഖമാണോ? അപ്പൊ ഞാനിപ്പം മണിച്ചേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ചേട്ടന് കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റ് പറ്റി അല്ലേ? നമ്മുടെ വാളകത്ത് വെച്ചിട്ട് പുലിക്കോട് നമ്മുടെ ആ ഒരു നൊങ്ക് സർപ്പത്തുണ്ടാകുന്ന ശ്രദ്ധിച്ചല്ലേ? ഒരു എന്ത് പറ്റിയതാ? അത് ഒരു ബൈക്ക് വന്ന് തട്ടിയതാണ്. അപ്പൊ അങ്ങനെ ഒരു 3 മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കാണാനായിട്ട് വന്നതാ. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ വഴി സൈഡിൽ കിടന്നുറങ്ങി വഴി സൈഡിൽ ഈ ഒരു നൊങ്ക് കച്ചവടമൊക്കെ നടന്ന ആൾ ഇവിടുത്തെ ഒരു ചെറിയ കോടീശ്വരനാണ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചേട്ടാ, ഇവിടെ വസ്തുവും കാര്യങ്ങളും വീഡിയോ കണ്ടപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. അവിടെ കണ്ട ഒരാളെ അല്ല ഇവിടെ, ആള് വേറെ ലെവലാണ്. അപ്പം എത്ര നാളായിട്ട് നമ്മുടെ നാട്ടില് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നത്? ഞാൻ ഒരു 20 വർഷം കൊണ്ട് ചെയ്യുവാണ്. 20 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ വണ്ടിക്കകത്താ കൊണ്ടുവന്ന് ഞാൻ കച്ചവടത്തിന് ഇറങ്ങി. ഈ ഒരു MAT-യിൽ ഈ MAT-യിൽ നടന്ന്, അതായത് നമ്മുടെ നാട്ടിലെല്ലാം. അപ്പൊ എവിടെയൊക്കെ ആയിരുന്നു നാട്ടില്? വിളിഞ്ഞം പൂവാറിലുണ്ടായിരുന്നു എല്ലായിടും. അന്നത്തെ ഈ ഒരു വണ്ടിയിലെ കച്ചവടമാണ് ഇന്ന് ഈ ഒരു ലെവലിലോട്ട് എത്തിയിരിക്കുന്നത്. വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു ഒമിനി എടുത്ത് അതിനകത്ത് കച്ചവടത്തിന് വന്നതാ. ആളത്തിലെ കച്ചവടം ചെയ്ത് പിന്നെ 2012 മോഡലാ ഞാൻ 13 എടുത്തതാ. പിക്കപ്പ് എടുത്ത് ഇത് മൊത്തം എത്ര വണ്ടിയുണ്ട്? ഇപ്പൊ മൊത്തം 3 വണ്ടി ഉണ്ട്. 3 വണ്ടിയുണ്ട്. ഏക്കർ കണക്കിന് വസ്തു ഉണ്ട്. അടിപൊളി വീട് ഇപ്പൊ 2024 പാലാച്ചായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ അവിടെ വന്ന് ഈ ഒരു കച്ചവടം ചെയ്തുണ്ടാക്കി. നമ്മള് കേരളത്തിൽ വന്ന് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത് അടിയേക്കം പിടിയൊക്കെ മേടിച്ച് കച്ചവടത്തിന് ഇറങ്ങി ഇങ്ങനെ ഒരു. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ? കേരളത്തിലെ ആൾക്കാരുടെ സൂപ്പർ ആൾക്കാരാണ് ആണല്ലേ? അതുകൊണ്ടാണല്ലോ ഈ ഒരു 20 വർഷക്കാലം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. ആ ഒരു 20 വർഷക്കാലം ഇവിടെ നിന്നപ്പോഴത്തേനും നമുക്ക് ഒരു കുടുംബത്തിന് വേണ്ടതെല്ലാം സമ്പാദിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് അല്ലേ? ചേച്ചി ഹാപ്പിയാണോ? എല്ലാം എന്ന് വന്ന് ചോദിച്ചാൽ എങ്ങനെ? സന്തോഷമാണ് സന്തോഷം. അപ്പൊ അവിടെ നാട്ടിൽ കേരളത്തിൽ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും നമ്മുടെ നാട്ടിൽ ഓരോ ആളുകളും വൈറ്റ് കോളർ ജോബ് നോക്കുമ്പോഴും ഈ ചേട്ടനൊക്കെ വന്നിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട്, എന്നുവെച്ചാൽ ഇതുപോലൊരു കഷ്ടപ്പെട്ട ഏതൊരാൾക്കും ഒരു നല്ല നിലയിലൊക്കെ എത്താം അല്ലേ? ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവരെ കണ്ടുപിടിക്കേണ്ട ഈ പറയുന്ന ഞാനടക്കം എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നുവെച്ചാല് കഷ്ടപ്പാടിൽ നിന്ന് ഒരു ഉയർച്ചയിൽ ഉണ്ടായ ഒരു അല്ലേ? അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം ഇവരുടെ വീട്ടിൽ എല്ലാവരും. ഇതായത് അച്ഛനല്ലയോ? അച്ഛന് മക്കൾ എത്ര പേരുണ്ട്? 3 പേരാണ്. 3 പേര്. ഒരാള് മൂത്തവള് പെണ്ണ്, അവര് ഇവിടെ ഉള്ള കോളേജില് 2ാം വർഷം പഠിക്കുന്നു. പിന്നെ രണ്ടാമത് ചെറുക്കനാ, അവന് മധുരയില് പഠിക്കുന്നു. പിന്നെ 3ാമത് ഒരു ചെറുക്കൻ +1 പഠിക്കും. അപ്പൊ 3 മക്കള്, അച്ഛന്, അമ്മ, പിന്നെ അച്ഛനൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകുന്നു. അമ്മ എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കരിക്ക് കച്ചവടമൊക്കെ നടത്തി ഇത്രയും കോടീശ്വരനായി ചെറിയ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ചെന്ന ഒരു പാഠമാണിത്. അപ്പൊ അതാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും കാണേണ്ട ഒരു സംഭവമാണ്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വിജയമുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം ആ ഒരു മണിച്ചേട്ടന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും